ഹായ്, നമ്മുടെ മൊബൈലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് മൊബൈലിൻ്റെ ബാറ്ററി. ബാറ്ററി തീർന്നു പോയി കഴിഞ്ഞാൽ എത്ര വില കൂടിയ മൊബൈലാണെങ്കിലും നമുക്ക് മൊബൈൽ ഉപയോഗിക്കാനേ സാധ്യമല്ല. എന്നാൽ ചില സന്ദർഭങ്ങളിൽ നമുക്ക് മൊബൈലിൻ്റെ ബാറ്ററി തീരുന്നത് അറിയുക പോലും ഇല്ല. അങ്ങനെ പല സന്ദർഭങ്ങളും നമുക്ക് വരാറുണ്ട്. എന്നാൽ മൊബൈലിൻ്റെ ബാറ്ററി തീരുന്നത് മനസ്സിലാക്കാൻ നമുക്കൊരു ട്രിക്ക് ഉണ്ട്. ഇന്നത്തെ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക, എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക. ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ, ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനബിൾ ചെയ്തതിന് ശേഷം ഓൾ എന്ന ഭാഗം സെലക്ട് ചെയ്യുക. ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നെങ്കിൽ FTM ക്രിയേഷൻ എന്ന ഈ ഒരു പേജ് കൂടി നിങ്ങൾ ഫോളോ ചെയ്ത് വെക്കുക. നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ട്രിക്ക് എന്താണെന്ന് പരിചയപ്പെടാം. അതിനായിട്ട് നമുക്ക് ചെറിയൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് വെക്കേണ്ടതായിട്ടുണ്ട്. ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിലൂടെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു ചെറിയൊരു പെർമിഷൻ നിങ്ങൾക്ക് അലോ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇവിടെ നോട്ടിഫിക്കേഷൻ്റെ ചെറിയൊരു പെർമിഷൻ അലോ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇങ്ങനെയായിരിക്കും നിങ്ങൾക്കിവിടെ കാണുക. ഇവിടെ ബാറ്ററി സൗണ്ട് നോട്ടിഫിക്കേഷൻ എനേബിൾ പെർമിഷൻ എന്ന ഭാഗം നിങ്ങൾ കാണാൻ സാധിക്കും. അവിടെ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യാം. അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ആപ്ലിക്കേഷൻ്റെ പേര് ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ ഓഫിലാണുള്ളത്. ജസ്റ്റ് അതൊന്ന് ഓൺ ചെയ്ത് കൊടുത്തതിന് ശേഷം ബാക്ക് വരിക. ഇവിടെ കുറച്ച് മുകളിലായിട്ട് സെറ്റിങ്സിൻ്റെ ഗിയർ ചിഹ്നവും അതുപോലെ തന്നെ സെറ്റിങ്സിൻ്റെ ഒരു സ്പാനർ ചിഹ്നവും ഒക്കെ കാണാൻ സാധിക്കും. ജസ്റ്റ് നമുക്കൊന്ന് ടാപ്പ് ചെയ്യാം. സെറ്റിങ്സിൻ്റെ ഗിയർ ചിഹ്നത്തിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാർട്ട് ടൈമും എൻഡ് ടൈമും നമുക്കിവിടെ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ സൗണ്ട് മാക്സിമം വോളിയത്തിലേക്ക് വെക്കാനും അതുപോലെ തന്നെ ഡിസേബിൾ ഡ്യൂറിങ് എ കോൾ, അതായത് കോൾ വരുന്ന സമയത്ത് ഇത് ഓഫ് ചെയ്ത് വെക്കാനുമുള്ള ഓപ്ഷനുകൾ ഉണ്ട്. നിങ്ങൾക്ക് ആവശ്യമനുസരിച്ച് ഇത് വെക്കാവുന്നതാണ്. ഏറ്റവും മുകളിൽ സ്റ്റാർട്ട് ആൻഡ് എൻഡ് എന്ന് പറയുന്ന സ്ഥലത്ത് നമുക്ക് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ചിലപ്പോൾ നോട്ടിഫിക്കേഷൻ ആവശ്യമില്ല എങ്കിൽ നമുക്കിവിടെ ആ ഒരു ടൈം സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഉള്ളത്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ടൈം ഇവിടെ സെറ്റ് ചെയ്ത് വെക്കാൻ സാധിക്കും. നമുക്ക് ജസ്റ്റ് ഒന്ന് ബാക്ക് വരാം. ഇവിടെ മുകളിൽ വലതുവശത്ത് ഒരു പ്ലസ് ഐക്കൺ നിങ്ങൾ കാണാൻ സാധിക്കും. ജസ്റ്റ് അവിടെ ഒന്ന് ടാപ്പ് ചെയ്യുക. അവിടെ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കണക്റ്റഡ്, അതുപോലെ തന്നെ ഡിസ്കണക്റ്റഡ്, ഫുൾ ചാർജ്, എവിടെയാണ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടേണ്ടത് അത് നിങ്ങൾക്കിവിടെ സെലക്ട് ചെയ്യാൻ സാധിക്കും. ഇവിടെ ലോ ബാറ്ററിയാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ നിങ്ങളുടെ ബാറ്ററി ലോ ആകുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു നോട്ടിഫിക്കേഷൻ വരും. അതുപോലെ തന്നെ ഇവിടെ താഴെ റിംഗിങ് ടൂൺ, അതുപോലെ തന്നെ ടെക്സ്റ്റ് ടു സ്പീച്ച് ഉണ്ട്. നിങ്ങൾക്ക് ഏത് സൗണ്ടാണ് നിങ്ങൾ വെക്കാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്കിവിടെ സെലക്ട് ചെയ്ത് വെക്കാവുന്നതാണ്. നിങ്ങളിവിടെ തിരഞ്ഞെടുക്കേണ്ടത് നിങ്ങൾക്കിവിടെ ലോ ബാറ്ററി തിരഞ്ഞെടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഞാനിപ്പോൾ ലോ ബാറ്ററി ഇവിടെ തിരഞ്ഞെടുത്തു. ഇനി അതിൻ്റെ ശതമാനം, എത്ര ശതമാനം ആകുമ്പോഴാണ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരേണ്ടത് അതിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഏകദേശം ഒരു 30% ആകുമ്പോൾ, ഇപ്പോൾ 30 ഞാനിവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, 30% ആകുമ്പോഴേക്കും എനിക്ക് ഒരു നോട്ടിഫിക്കേഷൻ സൗണ്ട് വരും. ഞാനിപ്പോൾ അങ്ങനെ സെറ്റ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ബാക്ക് വരികയാണ്. ബാക്ക് വന്നിട്ട് ഇവിടെ ഓക്കെ കൊടുക്കുക. ഇപ്പോൾ 30% സൗണ്ട് ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇവിടെ താഴെ ഗ്രീൻ കളറിൽ തന്നെയാണോ ഈ ഒരു സ്വിച്ച് ഉള്ളത് എന്ന് നോക്കിയാൽ മാത്രം മതി. അതിനുശേഷം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ബാക്ക് വരിക. ഇനി നിങ്ങളുടെ മൊബൈലിൻ്റെ ബാറ്ററി ചാർജ് 30% ആകുമ്പോഴേക്കും നിങ്ങൾ ചിലപ്പോൾ ഫേസ്ബുക്കിലായിരിക്കും, ചിലപ്പോൾ വാട്സപ്പിലായിരിക്കും, ചിലപ്പോൾ യൂട്യൂബിൽ വീഡിയോ കാണുന്ന സമയത്തായിരിക്കും, ചിലപ്പോൾ നിങ്ങൾ ഫിലിമൊക്കെ കാണുന്ന സന്ദർഭങ്ങളിലായിരിക്കും. ഇങ്ങനെ ബാറ്ററി ലോ ആകുമ്പോൾ തന്നെ ഉടനെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വന്നിട്ട് നിങ്ങളെ തീർച്ചയായിട്ടും ഇത് അറിയിക്കുക തന്നെ ചെയ്യും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോയുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.